സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയാണ്. 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരും. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ വ്യാപകമായ മഴ തുടരുന്നത്. മഴ കനത്ത സാഹചര്യത്തിൽ വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയം ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ രാത്രി യാത്ര നിരോധിച്ചു. കോട്ടയത്ത് വിനോദസഞ്ചാര മേഖലകളിൽ വിലക്കേർപ്പെടുത്തി. മലവെള്ളപ്പാച്ചിലിനും പ്രളയ സാഹചര്യവും കണക്കിലെടുത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും നിർദ്ദേശം നൽകി. കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. എല്ലാ ജില്ലകളിലും താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. എന്തായാലും മഴയെ നേരിടാൻ വേണ്ടി സംസ്ഥാനം അതീവ സജ്ജമാണ് എന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ അതത് ജില്ലകളിൽ എന്തൊക്കെ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വളരെ വിശദമായി തന്നെ അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ, കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷംസീർ, കോട്ടയത്ത് നിന്ന് ജോസി ബാബു, കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് കോഴിക്കോട് മുഹമ്മദ് ഷംസീറിലേക്ക് തന്നെ പോകാം. ഷംസീർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എന്താണ് സ്ഥിതി? പ്രത്യേകിച്ച് റെഡ് അലേർട്ടിൽ പെടുന്ന ഒരു ജില്ലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല മഴയ്ക്കുള്ള സാധ്യതയാണോ? പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ മഴ പെയ്യുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഷംസീർ? ജിൽസി, ഇന്നലെ അർദ്ധരാത്രി മലബാർ മേഖലയിലെ പലയിടങ്ങളിലും ശക്തമായി തന്നെ മഴയുണ്ടായിരുന്നു. എന്നാൽ രാവിലെയാകുമ്പോൾ സ്ഥിതി ഏറെക്കുറെ ശാന്തമാണ് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. മലയോര മേഖലകളിലെ നമ്മുടെ പ്രതിനിധികളെ വിളിച്ച് അന്വേഷിക്കുമ്പോഴും അവിടെയൊന്നും അർദ്ധരാത്രി ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതേസമയം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഉള്ള സാഹചര്യത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു കൂടിയുണ്ട്. മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന പ്രത്യേക നിർദ്ദേശം അത് കർശനമായി തന്നെ നൽകിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിനും മലയിടിച്ചിലിനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവർ കർശനമായ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കാര്യമായ മഴ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പങ്കുവെക്കാനുള്ളത്. ജിൽസി, മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാമെങ്കിൽ അതുകൂടി പറയാം. അതിലേക്ക് ഞാൻ വരാം ഷംസീർ. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വലിയ റെഡ് അലേർട്ടൊക്കെ നൽകിയിരിക്കുന്നതാണെങ്കിൽ പോലും രാവിലെ ഒരു ശക്തമായ മഴയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഇനി മഴ കനക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം നോക്കണം. എന്തായാലും നിലവിൽ ഒരു ശാന്തമായ സ്ഥിതിയാണ് കോഴിക്കോട് ജില്ലയിൽ, മലയോര മേഖലയിൽ അടക്കം എന്നുള്ള കാര്യമാണ് ഷംസീർ റിപ്പോർട്ട് ചെയ്യുന്നത്.